കഴിഞ്ഞ മാസം നടന്ന 12 ദിന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ ഇറാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രായേലിൽ പട്ടാളക്കാരൻ അറസ്റ്റിൽ. സ്വന്തം രാജ്യത്തിനുള്ളിലെ സൈന്യത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചാരപ്പണി ചെയ്യുന്ന പട്ടാളക്കാർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ നൽകണം. ഇന്ത്യ പാക് സംഘർഷ സമയത്തും ഇത്തരത്തിൽ നിരവധി ചാരന്മാരെയാണ് ഇന്ത്യയിൽ നിന്ന് പിടികൂടിയത്. ഇസ്രായേലിനു നേരെയുണ്ടായ ആക്രമണങ്ങൾ സംബന്ധിച്ച വീഡിയോകൾ ഇയാൾ ഇറാന് കൈമാറിയെന്ന് സൈനിക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകിയതിന് ഇറാന്റെ ഏജന്റിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയെന്നും ആരോപിക്കുന്നു. ഇറാൻ മിസൈലുകളെ ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനം തടുക്കുന്നതിന്റെയും ചിലയിടത്ത് മിസൈൽ പതിച്ചുണ്ടായ നാശനഷ്ടങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇയാൾ കൈമാറിയതെന്ന് സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെത്തും കണ്ടെത്തിയിരുന്നു. അതേസമയം ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ പേരിൽ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിന്റെ അടിമയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്ന വസ്തുത വളരെ പ്രശംസനീയമാണ്. ബുധനാഴ്ച സ്റ്റേറ്റ് ടെലിവിഷൻ സംസാരിച്ച ഖമേനി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. ഖത്തറിലെ യുഎസിന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഖമേനി ഇതൊരു തുടക്കം മാത്രമാണെന്നും അമേരിക്കയ്ക്കും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരമേൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെഹ്റാനിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യത പരിഗണിക്കുന്നതിനൊപ്പം പുതിയ ആണവ ചർച്ചകൾക്കായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിൽ ഫോർദോ ആണവ കേന്ദ്രത്തിൽ നടന്ന വിനാശകരമായ ആക്രമണം ഉൾപ്പെടെ ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ 2 വർഷം വരെ വൈകിയേക്കാമെന്ന് US ഇന്റലിജൻസ് വിലയിരുത്തി. എന്നാൽ അവരുടെ മിസൈൽ ഡ്രോണുകൾ പോലുള്ളവയുടെ ശേഷികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൻസ് ഓഫ് ഡെമോക്രസിസിലെ സീനിയർ ഫെലോയും ലോങ് വാർ ജേർണലിസ്റ്റിന്റെ എഡിറ്ററുമായ ബിൽ റോജിയോയുടെ അഭിപ്രായത്തിൽ ഇറാന്റെ കൈവശം ഇപ്പോഴും ഏകദേശം 1500 ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളും അതിന്റെ വിക്ഷേപണ സംവിധാനങ്ങളുടെ ഏകദേശം 50% ഉണ്ട്. തുടർന്ന സംഘർഷങ്ങൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്ന സ്വരം സ്വീകരിച്ചു. ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ചർച്ചകൾക്ക് താൻ തുറന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് സംസാരിക്കാൻ തിടുക്കമില്ല എന്നും കൂട്ടിച്ചേർത്തു. അതേസമയം വേനൽക്കാല അവസാനത്തോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ പുരോഗതി കൈവരിക്കുന്നില്ലെങ്കിൽ സ്നാപ് ബാക്ക് ഉപരോധങ്ങൾ സജീവമാക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 ആണവ കരാറിന് കീഴിലുള്ള ഒരു വ്യവസ്ഥ ഇറാൻ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ അനുവദിക്കുന്നുവെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.